തുടരുകയാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടെ നിർദ്ദേശങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് കാലത്തിന് സമാനമായ നിയന്ത്രണങ്ങൾ പാലിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വിദേശയാത്രകൾ കുറയ്ക്കണം, പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപയോഗം നിയന്ത്രിക്കണമെന്നും വർക്ക് ഫ്രം ഹോം പ്രോത്സാഹിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. साथियों, हमने कोरोना के समय में वर्क फ्रॉम होम की, ऑनलाइन मीटिंग्स की, वीडियो कॉन्फ्रेंस की, ऐसी अनेक व्यवस्थाएं विकसित की और हमें आदत भी हो गई थी, क्योंकि दुनिया में पेट्रोल डीजल इतना ज्यादा महंगा हो गया है, पहले से कई गुना ज्यादा कीमतें बढ़ गई है। तो हम सबका दायित्व है पेट्रोल डीजल बचाकर हमें वो मुद्रा भी बचानी है. വിനീത വിജയുടെ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനീത, ഇത്രകാലവും നമുക്ക് ഇന്ധനത്തിന്റെ സ്റ്റോക്ക് ഉണ്ട്, നമുക്കൊരു ആശങ്കയും വേണ്ട എന്നായിരുന്നു കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ പ്രധാനമന്ത്രി സ്വയം നിയന്ത്രണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അത് ഒരു നിർദ്ദേശമോ ഒരു ആഹ്വാനമായി കരുതാമെങ്കിലും ഭാവിയിൽ ഈ നില തുടർന്നാൽ നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ടി വരുമെന്നതിന്റെ ഒരു സൂചനയാണോ ഇത്? നിലവിലെ സാഹചര്യങ്ങളിൽ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ആവശ്യത്തിലധികം സ്റ്റോക്ക് ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലേക്കുള്ള ചില നിയന്ത്രണങ്ങൾ വേണമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറയുന്നത്. അത് അദ്ദേഹം പറയുന്നത് കർണാടകയിലെ ഒരു പൊതുപരിപാടിക്കിടെയാണ് പ്രധാനമന്ത്രി ജനങ്ങളോട് ഇത്തരമൊരു കാര്യം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഒരു മുൻകരുതൽ എന്ന നടപടി എന്ന രീതിയിലായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹം അത്തരത്തിലേക്കൊരു ആഹ്വാനം നടത്തിയിട്ടുണ്ടാവുക. അതിൽ അദ്ദേഹം ഏറ്റവും പ്രധാനമായി ഇങ്ങനെ പറയാനിടയാക്കിയത് ഈ പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെയാണ് ഇത്തരത്തിലേക്കുള്ള ചില നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കോവിഡ് കാലത്തിന് സമാനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നൊരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. വിദേശയാത്രകൾ കുറയ്ക്കണം, പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപയോഗം നിയന്ത്രിക്കണം, ഇതിനായി വർക്ക് ഫ്രം ഹോം പോലുള്ള രീതികൾ വീണ്ടും പ്രോത്സാഹിപ്പിക്കണമെന്നാണ് പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് കർണാടകയിലെ ഒരു പൊതുപരിപാടിക്കിടെ ജനങ്ങളോട് അഭിസംബോധന ചെയ്യുന്ന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വിവാഹത്തിനും അവധിക്കാലത്തിനുമൊക്കെയായി വിദേശയാത്രകൾ നടത്തുന്നതിന് പകരം അത് രാജ്യത്തെ തന്നെ വിനോദസഞ്ചാര ഇടങ്ങളിലേക്ക് ഒരു യാത്ര പോകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ നമ്മൾ യാത്ര പോകാൻ ശ്രമിക്കുന്നത് അത് രാജ്യത്തിന്റെ തന്നെ സാമ്പത്തിക വ്യവസ്ഥയെ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഗൂഗിൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.